നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ. താപനില 40 ഡിഗ്രി സെൽഷ്യസും കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും. വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാദ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ള സഞ്ചി. ലളിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള ഈ തുണി വെള്ള സഞ്ചി വീടുകളുടെ ബാൽക്കണികളിൽ, മരച്ചില്ലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ ഇടങ്ങളിൽ എല്ലാം തൂക്കിയിടാം. ബാഷ്പീകരണം എന്ന സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് ഇത് വെള്ളത്തെ തണുപ്പിക്കുന്നത്. പുറത്ത് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ അകത്ത് ചൂട് കുറയും എന്ന ലളിതമായ തത്വം. ബാഗിന്റെ പുറംഭാഗത്ത് വെള്ളം മന്ദഗതിയിൽ ആവിയായി മാറുമ്പോൾ അതിനൊപ്പം ചൂട് പുറത്തേക്ക് നീങ്ങി ഉള്ളിലുള്ള വെള്ളം സ്വാഭാവികമായി തണുക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ഡെലിവറി ജോലിക്കാർ തുടങ്ങിയവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്ന, നിർജ്ജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ തണുത്ത വെള്ളം ലഭ്യമാക്കുന്ന ഈ രീതി ലളിതവും ഫലപ്രദവുമാണ് എന്ന് തന്നെ പറയാം. സാമൂഹിക സേവനം എന്നത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും എന്തു പ്രതിസന്ധി നേരിട്ടും ജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഉപ്പുതറ പഞ്ചായത്ത് അംഗം മെറീന സനീഷ്. ഇനി കാര്യത്തിലേക്ക് വരാം. എത്ര കടുത്ത വേനലിലും ചീന്തലാർ 3-ാം ഡിവിഷനിലെ പൊതുകിണറിൽ വറ്റാത്ത വെള്ളമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചതാണ് കിണർ. 3-ാം ഡിവിഷനിലെ 200ഓളം തൊഴിലാളി കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായി കിണറ്റിലെ വെള്ളം മലിനമായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ ഇതിലെ വെള്ളമാണ് നാട്ടുകാർ കുടിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് ആൾമറയും ഉള്ളിലെ കൽക്കെട്ടും അപകടാവസ്ഥയിലായതിനാൽ കിണറ്റിലിറങ്ങാൻ പലരും മടിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ആലോചിച്ചപ്പോഴും ആരിറങ്ങും എന്ന ചോദ്യമായി. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടാതെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് പഞ്ചായത്തംഗം മെറീന തന്നെ ഇറങ്ങി കിണർ വൃത്തിയാക്കി. ജീവൻ പണയം വെച്ച് 4 മണിക്കൂർ കൊണ്ടാണ് മെറീന കിണർ വൃത്തിയാക്കിയത്. ആരും തന്നെ ഇറങ്ങാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലുള്ള കിണറിൽ വനിതയായ പഞ്ചായത്തംഗം ഇറങ്ങി വൃത്തിയാക്കി എന്നത് ധീരമായ കാര്യം തന്നെയാണ്. മഹത്തായ ഈ സാഹസിക സേവനത്തിന് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർണായക ചുവടുവയ്പുമായി സംസ്ഥാന വനംവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ബീജന്റ് ഫാം ഗാർഡ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം പാലക്കാട് ജില്ലയിലെ നെന്മാറ ഡിവിഷനിലെ ആലത്തൂർ റേഞ്ചിൽ വടക്കഞ്ചേരി സെക്ഷന് കീഴിലുള്ള പനംകുറ്റി പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് ബീജന്റ് ഫാം ഗാർഡ് എന്ന് നോക്കാം. പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സംവിധാനമാണിത്. മനുഷ്യർ, പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ വന്യജീവികളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന AI അൽഗോരിതം ഇതിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉടൻ അവയെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ തന്നെ പ്രത്യേക ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതാണ് സംവിധാനത്തിന്റെ സവിശേഷത. ഓരോ ജീവിയുടെയും സ്വഭാവത്തിന് അനുയോജ്യമായ ആശയവിനിമയ ശബ്ദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം വന്യജീവി സാന്നിധ്യം കണ്ടെത്തുന്ന സമയത്ത് തന്നെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം വഴി തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെയും കന്നുകാലികളുടെയും ജീവൻ സംരക്ഷിക്കാനും വ്യാപകമായ കൃഷിനാശം കുറയ്ക്കാനും
വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മറ്റൊരു നല്ല വാർത്ത ഇതാ. ഈ വേനൽക്കാലത്ത് നാടാകെ ജലക്ഷാമം നേരിടുമ്പോൾ ജനകീയ കൂട്ടായ്മയിലൂടെ കുടിവെള്ള പ്രതിസന്ധി മറികടന്ന ഒരു നാടിനെക്കുറിച്ചാണ് വാർത്ത. കത്തുന്ന വേനലിൽ പുഴ വറ്റിയാലും തങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ. പുഴയോരത്തെ കിണറുകളിൽ വെള്ളം വറ്റിയതോടെയാണ് നാട്ടുകാർ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. കാളിയാർ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ പുഴയുടെ നടുവിൽ ബോട്ട് കെട്ടിനിർത്തി അതിൽ മോട്ടോർ സ്ഥാപിച്ച് നൂതനമായ ജലവിതരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. പുഴയുടെ നടുവിലെ തെളിഞ്ഞ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുഴയോരത്തെ കിണറിൽ എത്തിക്കും. അവിടെ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്കും എത്തിക്കും. മുൻ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഗുണഭോക്താക്കളിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക സമാഹരിച്ച് വൈദ്യുതി ബില്ലും അറ്റകുറ്റപ്പണികളും നടത്തുന്നു. കടുത്ത വരൾച്ചയിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ 13, 14 വാർഡുകളിലെ 280 കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ കരുത്ത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമിതാ. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കനാലിൽ വീണ പുള്ളിമാനെ രക്ഷപ്പെടുത്തി കൽപ്പറ്റ RRT സംഘം. ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ സുരക്ഷിതമായി വീണ്ടും വനത്തിലേക്ക് തിരിച്ചുവിട്ടു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി നല്ല വാർത്തയിൽ. കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിലിലാണ് സംഭവം. കായലിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ ഉപയോഗിച്ച ചൂണ്ടയിൽ ഒരു ആമ കുരുങ്ങി. രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അതുമായി കുട്ടികൾ ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരവിന്ദ് ശസ്ത്രക്രിയയിലൂടെ ചൂണ്ട പുറത്തെടുത്ത് ആമയെ രക്ഷിച്ചു. മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷം ആമയെ കുട്ടികൾക്ക് കൈമാറി. അവർ അതിനെ അഷ്ടമുടിക്കായലിൽ വിട്ടു. മനുഷ്യർക്ക് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ഇനിയും വറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. മാത്രമല്ല, കുഞ്ഞു മനസ്സുകളിലും ഇത്തരം നല്ല വികാരങ്ങളും ചിന്തകളും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തോന്നുന്നു. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രത്യാശിക്കാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.